അമ്മേ അമ്മേ, ഉച്ചത്തിലുള്ള അഞ്ജനയുടെ സ്വരം പിന്നിൽ നിന്നുയർന്നു. അവൾ മുത്തശ്ശിയെന്നോ അമ്മൂമ്മേ എന്നോ വിളിക്കില്ല, അമ്മേ എന്നാണ് അച്ഛമ്മയെ വിളിക്കുന്നതും. സരസ്വതി ദേവിയെ കണ്ടാലും ഒരു അമ്മ ലുക്കായതുകൊണ്ടാകാം ആ കുഞ്ഞു മനസ്സിനും അത് ഉൾക്കൊള്ളാനാകാഞ്ഞതും. അമ്മേ, അതല്ല നമ്മുടെ ഡോർ, ഇതാണ്. അവൾ തനിക്ക് ഡോർ തെറ്റിയതാണെന്നാണ് കരുതിയതും ആ ഉദ്യമം ഉപേക്ഷിച്ചു. എങ്കിലും കോറിഡോറിൽ കിടക്കുന്ന സെറ്റിയിൽ പതിയെ തലചായ്ച്ചങ്ങനെ സരസ്വതി കിടന്നു. ടാബ്ലറ്റുകളുടെ സെഡേഷനാകാം ഉച്ചയ്ക്ക് ശേഷം ഒരു ഉറക്കം പതിവുള്ളതായിരുന്നു. ആ ആളെ കാത്തിരിക്കുന്നതിനാൽ ഇന്ന് ഉറക്കം വന്നില്ല. സോഫയുടെ മൃദുലത അതൊരു മയക്കമായി മാറി. എങ്കിലും ആ ചുണ്ടുകളിൽ ഇടയ്ക്കിടെ പുഞ്ചിരിയും വ്യസനങ്ങളും പരിഭവങ്ങളും എല്ലാം ക്ഷണനേരങ്ങളിൽ മിന്നിമറയുന്നു. ഏതോ സുന്ദരങ്ങളായ കാഴ്ചകളാകാം സ്വപ്നത്തിൽ നിറയുന്നതെന്ന് തോന്നി. അഞ്ജന തൻ്റെ കൂട്ടുകാരിയോടൊപ്പമുള്ള കളികളിലായിരുന്നു രാവിലെ ഇവിടെ വന്നപ്പോൾ മുതൽ. എങ്കിലും മമ്മിയുടെ ഓർമ്മപ്പെടുത്തൽ അവളിലുണ്ട്, അച്ഛമ്മയെ നോക്കണേ എന്നത്. ഇടയ്ക്കിടെ അവൾ അമ്മയുടെ ഓരോ നീക്കങ്ങളെയും ശ്രദ്ധിക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഡോർ ബെല്ലടിക്കാനായി പോയപ്പോൾ പിന്നിൽ നിന്നും വിളിച്ചതും. ലിഫ്റ്റ് തുറന്നടയുന്ന ശബ്ദമാണ് സരസ്വതിയുടെ കണ്ണുകളെ പാതി മയക്കത്തിൽ നിന്ന് ഉണർത്തിയതും. അമ്മേ, എന്താണിങ്ങനെ നോക്കുന്നത്? ആദ്യമായി കാണുന്നത് പോലെ. ഇത് ഞാനാണ്, സുമ. നമ്മൾക്ക് വേഗം ഇറങ്ങാം, കണ്ണനും കൂടെയുണ്ട്. തിരികെ സരസ്വതി ദേവി ലിഫ്റ്റിൽ കയറുമ്പോഴും കണ്ണുകൾ 12B ഡോർ ഹാൻഡിൽ തിരിയുന്നുണ്ടോ എന്ന് ശ്രദ്ധയിൽ തന്നെയായിരുന്നു. ഒരനക്കത്തിനായി. രാവിലെ ഇങ്ങോട്ട് വന്ന അമ്മയല്ല, തികച്ചും ഒരു ഉന്മേഷവതിയായി തോന്നി കണ്ണനും സുമിക്കും. സന്തോഷം തോന്നി. തങ്ങളുടെ ആശകൾക്കും ചിന്തകൾക്കും പപ്പും പൂടയും വെച്ച് തുടങ്ങി. ആ സന്തോഷം നിലനിൽക്കുന്നതാണോ? ഈ രാത്രി എത്രയും വേഗം തീരാനായി കാത്തിരുന്നു. ശരിയായ ഉറക്കം ലഭിച്ചില്ല. ലിഫ്റ്റും 12B ആ ഡോറും മനസ്സിൻ്റെ വാതിലിൽ വന്ന് പടപടമിടിക്കുന്നു. ഹൃദയതാളത്തിൽ പോലും പ്രണയതന്തുക്കളുടെ മൃദുസ്വരം ഒഴുകി വരുന്നു. തിരിഞ്ഞും മറിഞ്ഞും ഇടയ്ക്കിടെ ക്ലോക്കിലും ഫോണിലും മിഴികളുടക്കിയും നേരം വിളിപ്പിച്ചെടുത്തു. എപ്പോഴോ അല്പനേരം ഒന്ന് മയങ്ങി എന്നേ ഉള്ളൂ. രാവിലെ എന്തിനും മടിയായിരുന്ന അമ്മ അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായിരിക്കുന്നത് കണ്ടപ്പോൾ കണ്ണനും സരസ്വതിക്കും അത്ഭുതമായി. സുമ ഈ വീട്ടിൽ വന്നു കയറിയിട്ട് 10 വർഷങ്ങൾ കഴിഞ്ഞു. ആദ്യമായാണ് ഇത്രയും സന്തോഷത്തോടെ അമ്മയെ കാണുന്നത്. മോനെ, വേഗം റെഡിയാകൂ, നമ്മൾക്ക് പോകണ്ടേ? ഇവിടെ സ്നേഹിതൻ്റെ ഫ്ലാറ്റിലാണ് ഉദ്ദേശിച്ചതെങ്കിലും ഗോവിന്ദമേനോൻ്റെ തൊട്ടടുത്ത മുറി തന്നെ അമ്മയ്ക്ക് വേണ്ടി ആ സ്നേഹിതനാണ് തരപ്പെടുത്തിയതും. മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി പറയുന്നത് പോലെ മറ്റൊരു മനഃശാസ്ത്രജ്ഞനും കടന്നു പോകാത്ത വഴികളിലൂടെ സഞ്ചരിക്കും തൻ്റെ അമ്മയെ വീണ്ടെടുക്കാൻ. അമ്മയുടെ സന്തോഷങ്ങൾക്ക് അതിരുകളും അതിർത്തികളും കണ്ണൻ വെച്ചില്ല. സ്വാതന്ത്ര്യത്തിൻ്റെ നീലാകാശം മലർക്കെ തുറന്നിട്ടു അമ്മയ്ക്കായി. അച്ഛൻ്റെ പീഡനങ്ങളിൽ നിന്നും മോചിപ്പിക്കാനായത് താൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്തായിരുന്നല്ലോ. ആ ദിവസത്തെ ഒരിക്കലും കണ്ണന് മറക്കാനാകില്ല. അത് അതിഭീകരമായിരുന്നു. എന്തായിരുന്നു ആ സംഭവം? കണ്ണന് മറക്കാനാകാത്ത സരസ്വതി ദേവിയെ മനഃശാസ്ത്രജ്ഞൻ്റെ അടുക്കിലേക്ക് എത്തിച്ച ആ ഭീകരമായ സംഭവം എന്തായിരിക്കും? ശേഷം അടുത്ത എപ്പിസോഡിൽ നമുക്ക് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. ഒറ്റയാൻ അടുത്ത ഭാഗത്തിനായി. കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ.